Assalamualaikum guys, technics YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ സ്വാഗതം. വോയിസ് നമ്മൾ വന്നിരിക്കുന്ന രണ്ട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് വീഡിയോ ആണ്. അഥവാ DT നമ്പർ 1 അതുപോലെ HW7 നമ്മൾ ഓൾറെഡി രണ്ട് വാച്ചിനെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ രണ്ടും പരിചയപ്പെടുത്തി VS ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാണ് DT നമ്പർ വാച്ചിൻ്റെ ബോക്സ്. കാണാൻ പറ്റിയൊരു ഗ്രീൻ കളർ എന്ന ബോക്സാണ് DT നമ്പർ 1 എഴുതിയിട്ടുണ്ട്, വാച്ചിന് എഴുതിയിട്ടുണ്ട്. വേർപ്രോ ആപ്ലിക്കേഷൻ ഉണ്ട്. സൈഡ് ഭാഗം നോക്കാൻ DT നമ്പർ 1 സീരീസ് 7 45mm വയർലെസ് ചാർജിങ് എഴുതിയിട്ടുണ്ട്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ മെയിനായിട്ട്. ഇതിന് ഒരു QR കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ആപ്ലിക്കേഷന് കണക്ട് ചെയ്യാനുള്ള QR കോഡ്. ഇത്രയും കാര്യങ്ങളാണ് DT നമ്പർ 1 ബോക്സിൽ വരുന്നത്. ദെൻ നമുക്ക് ത്രൂ വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്. ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഈ DT നമ്പർ 1 വന്നിരിക്കുന്നത്. സിമ്പിളായി ചാർജ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് HW7 മാക്സിൻ്റെ ബോക്സ് എന്ന് പരിചയപ്പെടുകയാണെങ്കിൽ HW7 മാക്സിന് കാണാൻ പറ്റും. HW7 മാക്സിന് 1.99 ഇഞ്ച് ഡിസ്പ്ലേ, ഫുൾ എഡ്ജ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഒരു ഗ്ലോറി വരുന്ന മോഡൽ ഡിസൈനുള്ള പാക്കിംഗ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൂ കളർ തന്നെയാണ് ചെയ്ത്, മെയ്ഡ് ഇൻ ചൈന. സ്മാർട്ട് വാച്ച് ഉണ്ട്. ബാക്ക് ഭാഗത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, വാച്ചിൻ്റെ നെയിം, അതുപോലെ തന്നെ ഒരു QR കോഡ്, ആപ്ലിക്കേഷൻ്റെ QR കോഡും കാര്യങ്ങളൊക്കെയാണ് ബോക്സിൽ വന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് വാച്ചിൻ്റെ ബോക്സിൽ പരിചയപ്പെടുത്തുന്നത്. രണ്ടും നമുക്ക് ത്രൂ വയർലെസ് ചാർജർ തന്നെയാണ്, സിമ്പിളായി ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ബോക്സിനകത്താണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. ദെൻ ഇതിൻ്റെ സ്ട്രാപ്സ് പരിചയപ്പെടാണ്. വാച്ചിൻ്റെ കൂടെ രണ്ടിൻ്റെയും നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് വരുന്നത്. ഞാനിവിടെ ജസ്റ്റ് VS വീഡിയോയ്ക്ക് വേണ്ടി ഞാനും സ്ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. ത്രൂ വയർലെസ് ചാർജിങ് ആണ്, സിമ്പിളായി ചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. രണ്ട് വാച്ചിലും ത്രൂ വയർലെസ് ചാർജിങ് വരുന്ന ഒരു മോഡലാണ്. ഓക്കെ, നമുക്ക് രണ്ട് VS ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് ബ്രൈറ്റ്നസ് കൺട്രോൾ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ട് ഡിവൈസും. രണ്ട് ഡിവൈസിന് നമുക്ക് ഡിസൈൻ പറയുകയാണെങ്കിൽ സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 വരുന്ന ഡിസൈനാണ്. ബട്ട് നമുക്ക് HW7 മാക്സിനെ അപേക്ഷിച്ച് DT നമ്പർ 1 ഒന്നുകൂടെ ഒരു വലിയ സൈസ് വരുന്നുണ്ട്. 45 ആണ്, രണ്ടും 45 തന്നെയാണ്. പക്ഷേ ഡിസ്പ്ലേ ഒന്നുകൂടെ വലുത് കാണിക്കുന്നത് DT നമ്പർ 1 ബട്ട് HW7 മാക്സിൽ 1.19 ആണ്. അത്രയ്ക്ക് എഡ്ജ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ DT നമ്പറിന് അത്ര എഡ്ജ് ഇറങ്ങിയൊരു മോഡലല്ല. അതാണ് മെയിൻ ഡിഫറൻറ്റ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി വരാണെങ്കിൽ രണ്ടും ഏകദേശം സെയിം AMOLED ഡിസ്പ്ലേ തന്നെയാണ് രണ്ട് മോഡലിൽ വന്നിരിക്കുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ലൈവ് വാച്ച് ഫീസ് കാണാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മോഡൽ തന്നെയാണ്, കാണാൻ പറ്റും. പിന്നെ ഡിഫറൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് 1.99 ആണ്, മറ്റൊന്ന് 1.9 ഇഞ്ചാണ്. അപ്പോൾ രണ്ടും എഡ്ജ് ഇറങ്ങിയത് കാണാൻ പറ്റും. HW7 മാക്സ് നന്നായിട്ട് ഫുൾ എഡ്ജ് ഇറങ്ങിയിട്ടുണ്ട്, ബട്ട് DT നമ്പറിന് അത്ര എഡ്ജ് ഇറങ്ങിയിട്ടില്ല. രണ്ടും നല്ല ക്വാളിറ്റി തന്നെ ഞാൻ പറഞ്ഞു, അതാണ് ഡിസ്പ്ലേയിൽ വരുന്നത് ഡിഫറൻറ്റ് വരുന്നത്. ഓക്കെ, ഇത് ഫുൾ എഡ്ജ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് സൂചി കാണാൻ പറ്റും, നല്ല ഫാസ്റ്റായിട്ട് ഓടി പോകുന്നു, ചാടി പോകുന്നതല്ല, ഫാസ്റ്റായിട്ട് പോകുന്നൊരു സെക്കൻഡ് സൂചിയാണ് വരുന്നത്. രണ്ടിൻ്റെ സൈഡ് ഭാഗം സെയിം തന്നെയാണ്. സ്ക്രോളിങ് ഓപ്ഷൻ അവൈലബിൾ ആയ ഒരു പവർ ബട്ടൺ, തൊട്ടടിയിലൊരു മൈക്കിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ തൊട്ടടിയിൽ നമുക്ക് എക്സ്ട്രാ ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസറും കാര്യങ്ങളൊക്കെ, രണ്ടിനും വയർലെസ് ചാർജറാണ്, സെൻസറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. മറുഭാഗം നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്, സിംഗിൾ ഹോൾഡ് വരുന്ന സീരീസ് 7 വരുന്ന സിംഗിൾ ഹോൾഡ് വരുന്ന ഒരു സ്പീക്കറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് വരുന്നത് ഒന്ന് ഗ്ലോറി മോഡലാണ് HW7 മാക്സിൽ, ബട്ട് DT നമ്പർ 1 നമുക്ക് മെറ്റൽ മോഡൽ വരുന്ന ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. രണ്ടും നല്ല ക്വാളിറ്റി, നല്ല ഡിസൈനായിട്ട് വരുന്ന ഒരു ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് DT നമ്പർ 1 വാച്ച് പീസ് ജസ്റ്റ് ഓടിച്ചിട്ട് പറ്റും. ഏകദേശം ഒരു 7-8 വരുന്ന വാച്ച് പീസ് നമുക്ക് വാച്ചിൽ അവൈലബിൾ ആണ്. HW7 മാക്സിനാണെങ്കിലും നമുക്ക് ഏകദേശം 6-7 വരുന്ന വാച്ച് പീസ് നമുക്ക് അവൈലബിൾ ആണ്. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ വാച്ച് പീസൊക്കെ നല്ല എടുത്ത് കാണിക്കുന്ന നല്ല ഭംഗി വരുന്ന ഒരു മോഡൽ വാച്ച് പീസാണ്. നമുക്ക് രണ്ട് മോഡൽ നമുക്ക് കാണാൻ പറ്റും. ബിൽഡ് ക്വാളിറ്റിയിലും മാനുഫാക്ചറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് രണ്ട് മോഡൽ വന്നിരിക്കുന്നത്. മെയിൻ കൺട്രോൾ സെൻറ്റർ ഒന്ന് പരിചയപ്പെടാം. രണ്ടിനെയും കൺട്രോൾ സെൻറ്ററാണ്. ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് DT നമ്പർ 1. പിന്നെ ഇത്രയും ഫീച്ചറാണ് DT നമ്പറിൽ ഇത്രയും കാര്യങ്ങൾ ഒതുങ്ങി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഡ്രൈയിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന ഫീച്ചറാണ്. വാച്ച് വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഡ്രൈ ആയി പെട്ടെന്ന് വൈബ്രേറ്റ്, നല്ല വൈബ്രേറ്റ് ഉണ്ട്. ഇപ്പോൾ നല്ല വൈബ്രേറ്റ് ആയിട്ട് ഉള്ളിൽ കയറി വെള്ളമൊക്കെ പുറത്തേക്ക് സ്പ്രെഡ് ആവുന്ന ഒരു ഫീച്ചറാണ്. നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഡ്രൈയിങ് ഓപ്ഷൻ. പിന്നെ അതുപോലെ ടോർച്ച്, iOS, അലാറം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. മുകളിലേക്ക് ചാർജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, എത്ര കൗണ്ട് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ടൈം കണക്റ്റ് ആയുള്ള ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. HW7 മാക്സിൽ നോക്കുകയാണെങ്കിൽ റൈസ് ടു വേക്കപ്പ്, ഡാർക്ക് മോഡ്, അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്, ലോക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് കൺട്രോൾ നമ്മൾ ഫസ്റ്റ് ടൈം പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ബ്രൈറ്റ്നസ് കൺട്രോൾ നോക്കാൻ നല്ലൊരു അടിപൊളി ഡിസൈനിൽ വരുന്ന ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് QR കോഡ് ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ, ഒരുപാട് QR കോഡ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് സെറ്റിങ്സിലേക്ക് പോകാം. ഷോർട്ട് കൺട്രോളിങ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അടിയിൽ നമുക്ക് ടൈം കാണാൻ പറ്റും. ഷോർട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്. ഓക്കെ, ഏറ്റവും മുകളിൽ കാണാൻ പറ്റും ചാർജിങ്ങിൻ്റെ ബാറ്ററി ബാക്കപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ചാർജ്
4 അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ പവർ സേവിങ് മോഡ്. ഇത് ഒരു ഡിഫറെൻ്റ് DT നമ്പർ 1 അവൈലബിൾ അല്ലേ പവർ സേവിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസൈൻ. നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വരുന്നൊരു പവർ സേവിങ് മോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്ന ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പവർ സേവിങ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു മോഡാണ്. അതിനായിട്ട് 3 സെക്കൻഡ് ആ ഒരു ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആ സാധനം ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ DT നമ്പർ 1 ഡിജിറ്റലായിട്ട് വരുന്ന ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒരു ഫീച്ചർ. ബട്ട് നമുക്ക് DT നമ്പർ 1 അവൈലബിൾ അല്ല. ക്ലോക്ക് സ്റ്റൈലിൽ വരുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ 2 വാച്ചിലും അവൈലബിൾ ആണ്. ഓക്കെ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മെനു സ്റ്റൈൽസ് എന്ന് പറ്റും. അവിടെ 2 മെനു സ്റ്റൈൽസ് സ്മാർട്ട് സ്റ്റൈൽസ് ആണ് വന്നിരിക്കുന്നത്, കാണാൻ പറ്റും. DT നമ്പർ 1 കണ്ട രണ്ടും നല്ല പക്ക സ്മൂത്താണ്. ബട്ട് ഒന്നുകൂടെ സ്മൂത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് HW7 മാക്സിലാണ്. ഓക്കെ, അതുകൊണ്ട് DT നമ്പർ 1 പോരാ എന്നല്ല, DT നമ്പർ 1 നല്ല ക്വാളിറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ സൂം ഔട്ട് കാണാൻ പറ്റും. സൂം ഔട്ട് ഈ ഒരു ഇതിൽ ഒതുങ്ങുന്നുണ്ട് DT നമ്പർ 1. ബട്ട് HW7 മാക്സിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സൂമിങ് ആയിട്ട് കാണാൻ പറ്റും. ഏത് ആപ്ലിക്കേഷനാണ് സെൻട്രൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന ഒരു ഫീച്ചർ. അപ്പോൾ ഇതൊരു സെയിം ഒരു ആപ്പിൾ വാച്ച് ഫീച്ചറാണ് കേട്ടോ. സൂമിന് അത്രയും സൂം ആകുന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ, ഏതിലാണോ സെൻട്രൽ വെച്ചിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ. ഇപ്പോൾ ഡിഫറൻ്റ് ആണ്. ഇത് HW7 മാക്സിൽ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ട്, ബട്ട് DT നമ്പർ 1 അവൈലബിൾ അല്ല. അപ്പോൾ നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മൂത്ത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ തന്നെയാണ് ഇതിലൊരു ഫീച്ചർ നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ബട്ട് നമുക്ക് ഈ HW7 മാക്സിൽ നമുക്ക് കുറഞ്ഞ മെനു സ്റ്റൈൽസ് ഏകദേശം 5 മെനു സ്റ്റൈൽസ് മാത്രമേ വരുന്നുള്ളൂ. ബട്ട് നമുക്ക് DT നമ്പർ 1 മറ്റൊരു പ്രത്യേകതയാണ്, DT നമ്പർ 1 11 മെനു സ്റ്റൈൽസാണ് നമുക്ക് DT നമ്പർ 1 വന്നിരിക്കുന്നത്, കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് എല്ലാ വാച്ച് ഫേസും മെനു സ്റ്റൈൽസും ഓടിച്ച് കാണിച്ചു തരാം. ഒക്കെ നല്ല സ്മൂത്തായി നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഐക്കണും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഐക്കണായതുകൊണ്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സെയിം ഒരു ആപ്പിൾ വാച്ച് ഫീൽ വരുന്ന ഒരു മോഡലും കൂടിയാണ് DT നമ്പർ 1. ഓക്കെ, ഇത്രയും 11 മെനു സ്റ്റൈൽ ഇതുവരെ ഒരു സ്മാർട്ട് വാച്ചിൽ ഇത്രയും മെനു സ്റ്റൈൽസ് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് DT നമ്പർ 1 വന്നിരിക്കുന്നത്. നമുക്ക് HW7 മാക്സിൽ നിന്ന് പരിചയപ്പെടാം. ഇത് 2 നെക്സ്റ്റ്. ഓക്കെ, 3 4 5 4 വെറും 4 മെനു സെയിൽസ് മാത്രം നമുക്ക് HW7 മാക്സിൽ വരുന്നുള്ളൂ. ബട്ട് നമുക്ക് DT നമ്പർ 1 നമുക്ക് മെനു സെയിൽസ് വരുന്നത് 11 മെനു സെയിൽസാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ് മെനു സെയിൽസ്, ഒരുപാട് ഭംഗിയുള്ള മെനു സെയിൽസ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ക്വാളിറ്റിയിൽ പറയുകയാണെങ്കിൽ രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് പറയാനുള്ളത്. മെയിനായിട്ട് എടുത്ത് പറയാനുള്ള ഡിഫറൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഏകദേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മെനു സെയിൽസ് അതുപോലെ വാച്ച് ഫേസ് അത്രയും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് വരുന്നത്. പിന്നെ അതുപോലെ HW7 മാക്സിൽ അപേക്ഷിച്ച് DT നമ്പർ 1 നമുക്ക് അൺലിമിറ്റഡ് വാച്ച് ഫേസ്, അതായത് ഫ്രീ ആയിട്ട് ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് DT നമ്പർ 1 ചെയ്യാൻ പറ്റും. HW7 മാക്സ് ഒഫീഷ്യലായിട്ടുള്ള ഒരു വെയർഫിറ്റ് പ്രോ എന്നൊരു ആപ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് പെയ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസ് വരുന്നുണ്ട്. ബട്ട് നമുക്ക് DTയിൽ അങ്ങനെ ഒരു സീരീസ് വരുന്നില്ല, അഥവാ പെയ്ഡ് എന്നുള്ള ഓപ്ഷനേ വരുന്നില്ല. DTയിലാണ് HW7 മാക്സിലാണ് നമുക്ക് കൂടുതൽ പെയ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസ് വന്നിരിക്കുന്നത്. ബട്ട് അതൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണേണ്ടതില്ല. നല്ലൊരു ഫീച്ചർ തന്നെയാണ്, നല്ല ഒഫീഷ്യലായിട്ടുള്ള ഒരു ആപ്പാണ് വെയർഫിറ്റ് പ്രോ എന്ന ആപ്പ്. ഓക്കെ, അത്രയാണ് ഡിഫറൻറ്റ് വരാനുള്ളത്. നമുക്ക് സെറ്റിങ്സിൽ കാണാൻ പറ്റും, ഒരുപാട് കാര്യം കാണിക്കുന്നുണ്ട്. ബോട്ടിൽ കയറി കഴിഞ്ഞാൽ HW7 മാക്സ് വാച്ചിൻ്റെ നെയിം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ഡിഫറൻറ്റായ റീബോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് സെറ്റിങ്സിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ DT നമ്പർ 1 സെറ്റിങ്സിൽ നോക്കുകയാണെങ്കിലും സെയിം തന്നെയാണ്. കൂടുതൽ ലോങ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള സെറ്റിങ്സ് DT നമ്പർ 1 നൽകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സെറ്റിങ്സാണ് വന്നിരിക്കുന്നത്. ബാക്ക് 2 സെൻസർ നോക്കുകയാണെങ്കിൽ DT ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കളറാണ്, ബട്ട് HW7 മാക്സിൽ നമുക്കൊരു റെഡ് കളർ സെൻസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് 2 മോഡൽ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ടോട്ടലി നമ്മൾ ഇതിൻ്റെ റിവ്യൂ മൊത്തം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള രണ്ടും നല്ല ക്വാളിറ്റിയാണ്. ചിലർക്ക് അതിൻ്റെ വാച്ച് ഫേസ് ആയിരിക്കും ഇഷ്ടപ്പെടുക, ചിലർക്ക് മെനു സ്റ്റൈൽസ് ഒരുപാട് വേണ്ടവരുണ്ടാവും, ചിലർക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി ആയിരിക്കും. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 മോഡൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ട് ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിലാണ് ഈ 2 മോഡൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്ത് പറയാനുള്ളത് HW7 മാക്സ് കുറച്ച് സൈസ് കുറഞ്ഞ മോഡലാണ്, ബട്ട് DT നമ്പർ 1 വലിയ വാച്ചാണെന്ന് ഇഷ്ടം ഓർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 2 മോഡൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പിൻ്റെ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ വളരെ സിമ്പിൾ പ്രൈസിൽ ചെയ്യുന്ന ഒരു മോഡലും കൂടെയാണ്. നല്ല ക്വാളിറ്റിയുള്ള മോഡൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്.